അധ്യായം 112 സൂറത്തുൽ ഇഖ്ലാസ്. നിഷ്കളങ്കത. മക്കയിൽ അവതരിച്ചത്. മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. വചനങ്ങൾ 4. ഈ സൂറത്ത് ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായമെന്ന നിലക്ക് സൂറത്തുൽ ഇഖ്ലാസ് നിഷ്കളങ്കത എന്നും, മതത്തിൻ്റെ അടിസ്ഥാനമായ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് സൂറത്തുൽ അസാസ് അടിത്തറ എന്നും, കൂടാതെ സൂറത്തുൽ മാരിഫ വിജ്ഞാനം എന്നും, സൂറത്തു തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നും ഇതിന് പേരുകളുണ്ട്. ഓരോ പേരും ഇതിൻ്റെ മഹത്വവും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഒരു സൈന്യത്തിൻ്റെ തലവനായി അയച്ചിരുന്നു. അദ്ദേഹം അവരുമായി നമസ്കരിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ അധ്യായം ഓതിക്കൊണ്ടായിരുന്നു അതിൽ ഖുർആൻ പാരായണം അവസാനിച്ചിരുന്നത്. സൈന്യം മടങ്ങിവന്നപ്പോൾ അവർ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്യുവാൻ കാരണമെന്തെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: കാരണം അത് പരമകാരുണികന്റെ ഗുണവിശേഷണമാണ്. ഞാനത് പാരായണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അദ്ദേഹത്തെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. മറ്റൊരു സംഭവം ഇപ്രകാരമാണ്: ഖുബായിലെ പള്ളിയിലെ ഒരു ഇമാം നമസ്കാരത്തിൽ ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനു മുമ്പായി ആദ്യം ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. ജനങ്ങളുടെ ആക്ഷേപം വിലവെക്കാതെ അദ്ദേഹം അത് തുടർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ യോഗ്യത കണക്കിലെടുത്ത് ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നപ്പോൾ അവർ വിവരമറിയിച്ചു. എല്ലാ റക്അത്തിലും ഈ സൂറത്ത് മുറുകെ പിടിക്കുവാനുള്ള കാരണമെന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാനതിനെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: താങ്കൾക്ക് അതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. ഈ സംഭവം ബുഖാരിയിലും തിർമിദിയിലും കാണാം. റവാഹുൽ ബുഖാരി തഅലീഖും വ റവാഹു തിർമിദി അൻഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. ഉൽ നബിയെ പറയുക. ഹുവ അത്, കാര്യം, അവൻ, അല്ലാഹു അല്ലാഹുവാണ്, അഹദ് ഒരുവനാണ്, ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, അത് അഥവാ കാര്യം അല്ലാഹു ഏകനാകുന്നു. വചനം 2. അല്ലാഹു അല്ലാഹു അസ്സമദ് സർവരാലും ആശ്രയിക്കപ്പെടുന്ന, ആരുടെയും ആശ്രയം വേണ്ടാത്ത സർവാവലംബനായ യജമാനനത്രേ. യോഗ്യനാണ്, സർവാശ്രയനാണ്. അല്ലാഹു സമദ്. അല്ലാഹു സർവാശ്രയനായ യജമാനനത്രേ. വചനം 3. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല, അവനു ജനിച്ചിട്ടില്ല. വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല. ലം യലിദ് വലം യൂലദ്. അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. വചനം 4. വലം യകുൻ ലഹു അവനില്ലതാനും, കുഫുവൻ തുല്യനായിട്ട്, ഇടയായി, അഹദ് ഒരാളും, ഒന്നും. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും. ഈ സൂറത്ത് ഖുർആനിൻ്റെ 1/3 സമമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും അടക്കം പല ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള പല ഹദീസുകളിലും കാണാവുന്നതാണ്. എല്ലാ രാത്രിയും ഉറങ്ങുവാൻ കിടക്കുന്ന നേരം ഈ സൂറത്തും അടുത്ത 2 സൂറത്തുകളും അഥവാ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി 2 കൈകളിൽ ഊതി മുഖത്തും തലയിലും ശരീരം മുഴുവനും 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയിരുന്നതായി ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തുൽ കാഫിറൂനിൻ്റെ ആരംഭത്തിൽ ഉദ്ധരിച്ച ഹദീസുകളും ഓർക്കുക. ഇതുപോലെ സൂറത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും കാണാവുന്നതാണ്.
നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണമെന്ന് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടുവെന്നും അതിനെ തുടർന്നാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും അഹ്മദും തിർമിദിയും ബുഖാരി അദ്ദേഹത്തിൻ്റെ താരീഖ് എന്ന ഗ്രന്ഥത്തിലും നിവേദനം ചെയ്തിരിക്കുന്നു. മേൽ കണ്ടതുപോലെയുള്ള മഹത്വങ്ങളും നേട്ടങ്ങളും കൈവരണമെങ്കിൽ വായക്കൊണ്ട് വൃഥ ഉരുവിട്ടാൽ മാത്രം പോരാ. അതിലെ ആശയം ഗ്രഹിച്ചും അത് മനസ്സിൽ പതിഞ്ഞും അതിൻ്റെ ഗൗരവം ഓർത്തും കൊണ്ട് കൂടിയായിരിക്കേണ്ടതുണ്ട്. വമിനല്ലാഹി തൗഫീഖ്. ഏതൊരു രക്ഷിതാവിൻ്റെ ഏതൊരു ആരാധ്യൻ്റെ ഏക സിദ്ധാന്തത്തിലേക്കാണോ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, ആ രക്ഷിതാവും ആ ആരാധ്യനുമായുള്ളവൻ്റെ മഹോത്കൃഷ്ട ഗുണവിശേഷണങ്ങളെ ഇതാ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, കേട്ടുകൊള്ളുക എന്ന് പ്രഖ്യാപിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സൂറത്ത് ആരംഭിക്കുന്നത്. തുടർന്നുകൊണ്ട് തൗഹീദിന് നിദാനമായ അതിൻ്റെ അനിവാര്യതയ്ക്ക് ആധാരമായ അവൻ്റെ പരിശുദ്ധ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഹുവ എന്ന സർവനാമത്തിന് അത് എന്നും അവൻ എന്നും അർത്ഥം വരും. മുമ്പ് പ്രസ്താവിക്കപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെയുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നീട് പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ വേണ്ടി ആ പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇതിന് ലൊമീറുസ് ഷഅ്ൻ, കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന സർവനാമം എന്ന് പറയപ്പെടുന്നു. ഇവിടെയും അതാണെന്നാണ് മിക്ക മുഫസ്സിറുകളും പറയുന്നത്. ഇതനുസരിച്ചാണ് കാര്യം എന്ന് ഇത്തരം സ്ഥാനങ്ങളിൽ അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നതും. താഴെ പറയുന്നതാണ് സംസാരിക്കുന്ന കാര്യം എന്ന് സാരം. അപ്പോൾ അടുത്ത വാക്കുകളുമായി അതിന് ഘടനാപരമായ പ്രത്യേകമൊരു ബന്ധം ഉണ്ടായിരിക്കയില്ല. വേണമെങ്കിൽ അവിശ്വാസികളുടെ വാക്കുകളിൽ നിന്നോ സ്ഥിതിഗതികളിൽ നിന്നോ അള്ളാഹുവിനെക്കുറിച്ച് ഉദ്ഭവിക്കുന്ന അന്വേഷണത്തിൻ്റെ മറുപടി എന്ന നിലയ്ക്ക് അത് സാധാരണ സർവനാമം തന്നെയാണെന്നും വയ്ക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വാക്കും അതും ചേർന്ന് കൊണ്ടുള്ളതായിരിക്കും വാചക ഘടന. അവൻ അള്ളാഹുവാണ്, ഏകനാണ് എന്നായിരിക്കും അപ്പോൾ അതിന് അർത്ഥം വരിക. വ്യാകരണപരമായും സാഹിത്യപരമായും നോക്കുമ്പോൾ ആദ്യത്തേതിനാണ് കൂടുതൽ മെച്ചമുള്ളത്. അള്ളാഹുവിനെക്കുറിച്ച് ഈ സൂറത്തിൽ പരിചയപ്പെടുത്തുന്നത് അവൻ്റെ 5 ഗുണങ്ങളിലൂടെയാണ്. 1. അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അതെ, ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവൻ, ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ, സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഏകനായുള്ളവൻ. അഹദ് എന്ന വാക്കിന് ഒരുവൻ, ഏകൻ എന്നൊക്കെയാണ് വാക്കർത്ഥമെങ്കിലും അതിൻ്റെ പ്രയോഗത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ലാ അഹദുൻ, ഒരാളുമില്ല എന്ന് നിഷേധരൂപത്തിൽ പറയുമ്പോൾ ഈ വാക്ക് സൃഷ്ടികളെപ്പറ്റി ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്ഥാപന രൂപത്തിൽ പറയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചല്ലാതെ അത് ഉപയോഗിക്കാറില്ല. അതായത് അള്ളാഹു ഏകനാണെന്നും ഏകനായ അള്ളാഹു എന്നും അള്ളാഹു അഹദ്, അള്ളാഹുൽ അഹദ് എന്നിങ്ങനെ പറയുന്നത് പോലെ ഏകനായ നേതാവ് എന്നോ നേതാവ് ഏകനാണ് എന്നോ അസയ്യിദുൽ അഹദ്, അസയ്യിദു അഹദൻ എന്നോ മറ്റോ ആ വാക്ക് ചേർത്ത് പറഞ്ഞുകൂടാത്തതാണ്. അതുപോലെ തന്നെ എണ്ണം പറയുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒരാൾ എന്ന അർത്ഥത്തിലും ആ പദം ഉപയോഗിക്കപ്പെടുന്നതല്ല, വാഹിദ് എന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എണ്ണത്തിൽ ഏകൻ എന്ന് മാത്രമല്ല, ഏതു നിലക്ക് നോക്കിയാലും ഏകനായുള്ളവൻ എന്നുള്ള ഒരർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അൽ വാഹിദ്, അൽ അഹദ്, ഒരുവൻ, ഏകൻ എന്നീ 2 വാക്കുകളും ഒരേ അവസരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതും. ഈ വ്യത്യാസം ധ്വനിപ്പിക്കുന്ന വിധം വിവർത്തനം ചെയ്യാവുന്ന ഒരൊറ്റ വാക്ക് മലയാളത്തിൽ കാണുന്നില്ല. ചുരുക്കത്തിൽ ബഹുത്വത്തിൻ്റെയോ നാനാത്വത്തിൻ്റെയോ ഘടനയുടെയോ കലർപ്പില്ലാതെ ഏകനായുള്ളവൻ എന്ന് അഹദിനും എണ്ണത്തിൽ മറ്റൊരു ഇണയില്ലാത്തവൻ ഒരേ ഒരുവൻ എന്ന് വാഹിദിനും അർത്ഥമാകുന്നു. അള്ളാഹു ഏകനാണ് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് തുടർന്ന് പറയുന്ന ഗുണങ്ങൾ എന്ന് പറയാം. 2. അള്ളാഹു സ്വമദ്, അള്ളാഹു സർവരാലും ആശ്രയിക്കപ്പെടുന്ന യജമാനനത്രേ. അസ്വമദ് എന്ന വിശേഷണനാമം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ദ്യോതിപ്പിക്കുന്ന മലയാള വാക്കും നാം കാണുന്നില്ല. ആരുടെയും ആശ്രയം വേണ്ടാത്ത, എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ നിത്യശക്തനായ യജമാനൻ എന്നാണ് ചുരുക്കത്തിൽ വിവക്ഷ. അതായത് ഏതൊന്നിൻ്റെയും ഒരു തരത്തിലുള്ള ആശ്രയം വേണ്ടാതിരിക്കുവാനും എല്ലാ വസ്തുക്കൾക്കും ആശ്രയം അനിവാര്യമായി തീരുവാനും ആവശ്യമായ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും സമ്പൂർണമായുള്ള മഹാൻ എന്നു സാരം. 3, 4. ലം യലിദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. അവൻ ഏതെങ്കിലും ഒന്നിൻ്റെ ജനയിതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. അവൻ മറ്റൊന്നിൽ നിന്ന് ജന്യനായവനോ ഉദ്ഭുതമായവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ അവൻ്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാകാവതല്ല തന്നെ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണവൻ. അവനല്ലാതെയുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികൾ മാത്രം.
5 വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരുവനുമില്ല. അവൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ കൈകാര്യ കർത്തൃത്വത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യനായി കീടയായി പങ്കാളിയായി ഒന്നുമില്ല, ഒരാളുമില്ല. അതെ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനുമത്രേ. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണങ്ങളായി പ്രസ്താവിച്ച 5 കാര്യങ്ങളും അവയിലടങ്ങിയ തത്വസാരങ്ങളും പരിശോധിക്കുമ്പോൾ അവിശ്വാസികളിൽപ്പെട്ട ഓരോ വിഭാഗക്കാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില അന്ധവിശ്വാസികളും അള്ളാഹുവിനെപ്പറ്റി സങ്കല്പിച്ചോ വാദിച്ചോ വരുന്ന എല്ലാ അപവാദങ്ങൾക്കുമുള്ള ഖണ്ഡനമൂല്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. ഫലില്ലാഹിൽ ഹജ്ജത്തുൽ ബാലിഗ.